everyone, welcome back to my channel. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് IoTയുടെ അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ആർക്കിടെക്ചർ ആണ് IoT വേൾഡ് ഫോറം ആർക്കിടെക്ചർ. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കമ്പയറിംഗ് IoT ആർക്കിടെക്ചേഴ്സ്. ഇതിന് ഒരു ഫസ്റ്റ് പാർട്ട് വീഡിയോ ഉണ്ട്. ആ വീഡിയോക്കകത്ത് ഒരു ആർക്കിടെക്ചർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോ ഫസ്റ്റ് അത് കാണാത്തതുണ്ടെങ്കിൽ അതും കൂടെ പോയി കാണണം. ഞാൻ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോക്കകത്ത് പറഞ്ഞത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആർക്കിടെക്ചേഴ്സ്. രണ്ട് ആർക്കിടെക്ചേഴ്സ് ആയിരുന്നു IoTക്ക് ഉള്ളത്. 1M2M സ്റ്റാൻഡർഡൈസ്ഡ് ആർക്കിടെക്ചറും IoT വേൾഡ് ഫോറം ആർക്കിടെക്ചറും. ഇതിനകത്ത് 1M2M സ്റ്റാൻഡർഡൈസ്ഡ് ആർക്കിടെക്ചർ നമ്മൾ ലാസ്റ്റ് വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലേയേഴ്സ്, 3 ലേയേഴ്സ് ആണ്. ആപ്ലിക്കേഷൻ ലെയർ, സർവീസസ് ലെയർ, നെറ്റ്വർക്ക് ലെയർ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞാണ്. നമുക്ക് നെക്സ്റ്റ് അടുത്തൊരു ആർക്കിടെക്ചർ ആണ് നോക്കാൻ പോകുന്നത് IoT വേൾഡ് ഫോറം ആർക്കിടെക്ചർ. അപ്പോൾ ഈ IoT വേൾഡ് ഫോറം ഡെവലപ്പ് ചെയ്തേക്കുന്നത് ഒരു റെഫറൻസ് മോഡലിനെയാണ്. ഈ ഒരു റെഫറൻസ് മോഡൽ എന്തിനാണ് ഡെവലപ്പ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ടു പ്രൊവൈഡ് ക്ലിയർ ആൻഡ് സ്ട്രക്ചേർഡ് ഫ്രെയിംവർക്ക് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് IoT സിസ്റ്റം. IoT സിസ്റ്റം അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി, ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്കിനെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റെഫറൻസ് മോഡലാണ് IoT വേൾഡ് ഫോറം ഡെവലപ്പ് ചെയ്തേക്കുന്നത്. സോ ദിസ് മോഡൽ എനേബിൾസ്, ഈ ഒരു മോഡൽ എനേബിൾ ചെയ്യുന്നത് ഒരു ലേഡ് അപ്രോച്ച് ആണ് ഇവിടെ ചെയ്തേക്കുന്നത്. എന്തിനാണ് ലേഡ് അപ്രോച്ച് ചെയ്യുന്നത്? ടു സോൾവിങ് IoT ചലഞ്ചസ്. IoTയുടെ ചലഞ്ചസിനെ എല്ലാം, ഇപ്പൊ IoT ചലഞ്ചസ് നമ്മൾ വേറെ വീഡിയോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ IoTയുടെ ചലഞ്ചസിനെ എല്ലാം സോൾവ് ചെയ്യാൻ വേണ്ടി ഒരു ലേഡ് അപ്രോച്ച് ആണ് ഇവിടെ എനേബിൾ ചെയ്യുന്നത്. എന്തിനാണ്? അപ്പം IoT ഡിപ്ലോയ്മെന്റിൽ IoTയുടെ ഓരോ ഡിവൈസുകൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അവിടെ ബെറ്റർ ആയിട്ടുള്ള സ്കെയിലബിലിറ്റിയും ഇന്റർഓപ്പറബിലിറ്റിയും സെക്യൂരിറ്റിയും എല്ലാം എനേബിൾ ചെയ്യുന്ന രീതിയിൽ ഒരു IoT ചലഞ്ചസിനെയൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ലേഡ് അപ്രോച്ച് ആണ് ഈ ഒരു വേൾഡ് ഫോറം റെഫറൻസ് മോഡൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി കീ ഒബ്ജക്റ്റീവ്സ് ഓഫ് IoT വേൾഡ് ഫോറം റെഫറൻസ് മോഡൽ. ഇപ്പൊ ഈ റെഫറൻസ് മോഡലിന്റെ കീ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇത് ഡീകമ്പോസ് ചെയ്ത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള IoT പ്രോബ്ലത്തിനെ ഇത് ഡീകമ്പോസ് ചെയ്ത് ചെറിയ ചെറിയ മാനേജബിൾ പാർട്സുകളാക്കി മാറ്റും. അപ്പൊ വലിയൊരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലത്തിനെ ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ ഭാഗങ്ങളാക്കും. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ സ്മോളർ മാനേജബിൾ പാർട്സ് ആയിട്ട് ഒരു കോംപ്ലക്സ് IoT പ്രോബ്ലത്തിനെ ഡീകമ്പോസ് ചെയ്യും, ഡിവൈഡ് ചെയ്ത് വെക്കും. എന്നിട്ട് ഐഡന്റിഫൈ ആൻഡ് കണക്ട് ദ ടെക്നോളജീസ് യൂസ് ദറ്റ് ഈച്ച് ലെയർ ആൻഡ് ദെയർ റിലേഷൻഷിപ്പ്. അപ്പം ഓരോ ലെയറിന്റെ അകത്തും യൂസ് ചെയ്തേക്കുന്ന ടെക്നോളജീസ് എന്തൊക്കെയാണ്, അതുപോലെ പല പല ലേയേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തൊക്കെയാണ്, അതിനെല്ലാം ഐഡന്റിഫൈ ചെയ്ത് കണക്ട് ചെയ്യുന്നു. ദെൻ അലോ സിസ്റ്റം ടു ബി ബിൽഡ് വിത്ത് കമ്പോണൻസ് പ്രൊവൈഡഡ് ബൈ ഡിഫറെന്റ് വെൻഡേഴ്സ്. അതായത് നമ്മൾ ഒരു IoT ചലഞ്ചസിനകത്ത് പറഞ്ഞായിരുന്നു അല്ലെ, പല പല ആൾക്കാർ പല പല ഒരു IoTയുടെ ഡിവൈസ് എന്ന് പറയുമ്പോൾ ഒരുപാട് കമ്പോണൻസ് ഒരുമിച്ചുള്ളതാണ്. അപ്പൊ ഈ പല കമ്പോണൻസ് പല കമ്പനിക്കാർ പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പം ഡിഫറെന്റ് വെൻഡേഴ്സ് എന്നുള്ള പല കമ്പോണൻസിനെ ഒരു സിസ്റ്റത്തിനകത്ത് ഒരുമിച്ച് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഈ ഒരു മോഡൽ പറയുന്നുണ്ട്. ഓക്കെ, അലോ സിസ്റ്റം ടു ബി ബിൽഡ് വിത്ത് കമ്പോണൻസ് പ്രൊവൈഡഡ് ബൈ ഡിഫറെന്റ് വെൻഡേഴ്സ്. ഇനി ഡിഫൈൻ ഇന്റർഫേസസ് ദാറ്റ് എൻഷുർ. അപ്പം അതുപോലെ തന്നെ ഇന്റർഫേസിനെ ഡിഫൈൻ ചെയ്യുവാണ്. അതിൻ്റെ അകത്ത് എൻഷുർ ഇന്റർഓപ്പറബിലിറ്റി അക്രോസ് ഡിവൈസസ് ആൻഡ് പ്ലാറ്റ്ഫോംസ്. ഇനി എൻഫോഴ്സ് എ ടയേർഡ് സെക്യൂരിറ്റി മോഡൽ. ഇവിടെ IoT സിസ്റ്റത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരു ടയേർഡ് സെക്യൂരിറ്റി മോഡലാണ് എൻഫോഴ്സ് ചെയ്യുന്നത് അറ്റ് എവറി ട്രാൻസിഷൻ ബിറ്റ്വീൻ ഡിഫറെന്റ് ലേയേഴ്സ്. അപ്പം നമ്മുടെ IoTക്കകത്ത് പല പല ലേയേഴ്സ് ഉണ്ട്. ആ ലെയറുകൾ തമ്മിൽ ട്രാൻസിഷൻ നടക്കുവാണ്. അപ്പോൾ ഓരോ ട്രാൻസിഷൻ്റെ അകത്തും IoT സിസ്റ്റത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരു ടയേർഡ് സെക്യൂരിറ്റി മോഡലാണ് ഈ ഒരു മോഡലിനകത്ത് പറയുന്നത്, റെഫറൻസ് മോഡലിൽ പറയുന്നത്. ഓക്കെ, ഇനി 7 layers ഓഫ് IoT വേൾഡ് ഫോറം ആർക്കിടെക്ചർ. അപ്പൊ ഈ ഒരു നമ്മൾ മറ്റേ 1M2M ആർക്കിടെക്ചറിന്റെ അകത്ത് 3 layers ആയിരുന്നു പറഞ്ഞത്. അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ 7 layers ആണ് വരുന്നത്. ഓരോ പർപ്പസുകളാണ് ഓരോ ലെയറും ചെയ്യുന്നത്. അപ്പൊ ഏതൊക്കെ ലേയേഴ്സ് ആണ്? ഫിസിക്കൽ ഡിവൈസസ് ആൻഡ് കൺട്രോൾ ലെയർ, കണക്ടിവിറ്റി ലെയർ, എഡ്ജ് കമ്പ്യൂട്ടിംഗ് ലെയർ, ഡേറ്റ അക്യുമുലേഷൻ ലെയർ, ഡേറ്റ അബ്സ്ട്രാക്ഷൻ ലെയർ, ആപ്ലിക്കേഷൻ ലെയർ, കൊളാബറേഷൻ, പ്രോസസ് ലേയേഴ്സ്. അപ്പൊ 7 layers ആണ് നമുക്ക് ഈ ഒരു ആർക്കിടെക്ചറിന്റെ അകത്ത് വരുന്നത്. ഈ ലേയേഴ്സ് അപ്പം അതിന്റെ ഒരു ഡയഗ്രാം ആണ് കാണിച്ചിരിക്കുന്നത്. സോ താഴെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. ഫിസിക്കൽ ഡിവൈസ് നമ്മളിപ്പം OSI മോഡലൊക്കെ പറയുന്ന പോലെ തന്നെയാണ് ഫിസിക്കൽ ഡിവൈസസ് ആൻഡ് കൺട്രോൾ താഴെ. അത് കഴിഞ്ഞ് കണക്ടിവിറ്റി, എഡ്ജ് കമ്പ്യൂട്ടിംഗ്, ഡേറ്റ അക്യുമുലേഷൻ, ഡേറ്റ അബ്സ്ട്രാക്ഷൻ, ആപ്ലിക്കേഷൻ, കൊളാബറേഷൻ ആൻഡ് പ്രോസസ്സസ്. ഓക്കെ, അപ്പോൾ ഇത്രയും ലേയേഴ്സ് ആണ് വരുന്നത്. ഓരോ ലെയറുകൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഈ ഒരു ഡയഗ്രത്തിന് അത് ജസ്റ്റ് ഒന്ന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഓരോ ലെയേഴ്സ് എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് ലെയർ ആണ് ഫിസിക്കൽ ഡിവൈസസ് ആൻഡ് കൺട്രോളേഴ്സ് ലെയർ. അപ്പം ഈ ഒരു ലെയറിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഫിസിക്കൽ തിങ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നത് ഈ ഒരു ലെയറിൻ്റെ അകത്താണ്. അതായത് IoTയുടെ ബാക്ക് ബോൺ ആയിട്ട് ആക്ട് ചെയ്യുന്ന എല്ലാ ഫിസിക്കൽ തിങ്സും ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഈ ഒരു ലെയറിൻ്റെ അകത്താണ്. എന്തൊക്കെയായിരിക്കും? സെൻസേഴ്സ്, ആക്ച്വേറ്റേഴ്സ്, മെഷീൻസ്. ഇപ്പൊ നമ്മളൊരു IoT സിസ്റ്റം, ഒരു ക്യാമറ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിവൈസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് സെൻസേഴ്സ് ഉണ്ടാവും, ആക്ച്വേറ്റേഴ്സ് ഉണ്ടാവും,
മെഷീൻസ് ഉണ്ടാവും. അപ്പൊ അതെല്ലാം വരുന്നത് ഈ ഒരു ഫിസിക്കൽ ഡിവൈസസ് ആൻഡ് കൺട്രോളർ ലെയറിന്റെ അകത്തായിരിക്കും വരുന്നത്. സോ ഓൾ ഫിസിക്കൽ തിങ്സ് ഇൻക്ലൂഡ് ഇൻ ദിസ് ലെയർ. ഇനി അടുത്ത് ദീസ് ഡിവൈസസ് ജനറേറ്റ് ഡേറ്റ ആൻഡ് ഓഫൺ ഇന്ററാക്ട് വിത്ത് ദർ എൻവയോൺമെന്റ്. ഈ ഡിവൈസുകൾ ഡേറ്റയെ ജനറേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ എൻവയോൺമെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതും ഈ ഡിവൈസുകൾ ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാവുന്നതല്ലേ ഉള്ളൂ. ഇപ്പോൾ ഓരോ ഡിവൈസിനകത്ത് പല പല സെൻസേഴ്സും ആക്ച്വേറ്റേഴ്സും മെഷീൻസും എല്ലാം കാണും. അതായിരിക്കും ഫിസിക്കൽ നമ്മുടെ എൻവയോൺമെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതും ഡാറ്റയെ ജനറേറ്റ് ചെയ്യുന്നതും. ഓക്കെ, ഇനി ഡിവൈസ് റേഞ്ച്. ഡിവൈസസ് ഇൻ ദിസ് ലെയർ വെരി ഗ്രേറ്റ്ലി ഇൻ സൈസ്. അപ്പോൾ പല പല സൈസിലായിരിക്കും പല ഡിവൈസുകളും വരുന്നത്. ഫ്രം മൈക്രോസ്കോപ്പിക് സ്മാർട്ട് സെൻസേഴ്സ് ടു ലാർജ് ഇൻഡസ്ട്രി. അപ്പം ഈ ഒരു ഡിവൈസസ് എന്ന് പറഞ്ഞാൽ പല റേഞ്ചിലായിരിക്കും. ഏറ്റവും ചെറിയ മൈക്രോസ്കോപ്പിക് സെൻസേഴ്സ് തൊട്ട് ലാർജ് ഇൻഡസ്ട്രിയൽ മെഷീനറി വരെ അവിടെ ഉണ്ട്. ഇനി ഈ ഒരു ലെയറിന്റെ ഫംഗ്ഷനാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്രൈമറി ഫംഗ്ഷൻസ് ആണ് ഓരോ ഡിവൈസുകളും ചെയ്യുന്നത്. എന്തൊക്കെയാണ്? ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡാറ്റനെ ജനറേറ്റ് ചെയ്യുക. ജനറേറ്റിംഗ് ഡാറ്റ ഫോർ ഫർദർ. നമുക്ക് ഒരു സെൻസറിനെ നിങ്ങൾ വിചാരിച്ചാൽ മതി. ഇപ്പൊ സെൻസർ എന്താ ചെയ്യുന്നത്? ഡാറ്റനെ ജനറേറ്റ് ചെയ്യുവാണ്. എന്തിനാ? ഡാറ്റ ഫോർ ഫർദർ ഫംഗ്ഷനാലിറ്റി. നമുക്ക് ബാക്കിയുള്ള ഫംഗ്ഷനാലിറ്റീസിനും പ്രോസസ്സിങ്ങിനും ഒക്കെ വേണ്ടിയാണ് ഡാറ്റനെ ജനറേറ്റ്. അപ്പൊ അതാണ് അവിടെ ഫസ്റ്റ് ഫംഗ്ഷനാലിറ്റി. ഇനി അടുത്താണ് ബീങ് കൺട്രോൾഡ് റിമോട്ട്ലി വിയ. ഒരു നെറ്റ്വർക്ക് വെച്ച് നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയാണ് ഫിസിക്കൽ ഡിവൈസസ് ആൻഡ് കൺട്രോളേഴ്സ് ലെയറിന്റെ അകത്ത് പറയാനുള്ളത്. പിന്നെ അത് പല പല ഡിവൈസുകളാണ് ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ ഓൾ ദ ഫിസിക്കൽ തിങ്സ് ആർ ഇൻക്ലൂഡ് ഇൻ ദിസ് ലെയർ. ഇനി അടുത്ത ലെയർ ആണ് കണക്ടിവിറ്റി ലെയർ. എന്താണ് കണക്ടിവിറ്റി ലെയർ? നമ്മൾ ഈ ഫിസിക്കൽ ഡിവൈസുകളെ കുറിച്ച് ആദ്യം പറഞ്ഞു. അപ്പൊ അതാണ് ഫസ്റ്റ് ഫിസിക്കൽ ലെയർ. ഇനി ഫിസിക്കൽ ഡിവൈസുകളിൽ നിന്നുള്ള ഡേറ്റയെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കറക്റ്റ് സമയാസമയം അനുസരിച്ച് ട്രാൻസ്മിഷൻ നടത്തുന്ന ആൾക്കാരാണ് കണക്ടിവിറ്റി ലെയർ. ഓക്കെ, ദിസ് ഹാൻഡിൽസ് റിലയബിൾ ആൻഡ് ടൈംലി ട്രാൻസ്മിഷൻ ഓഫ് ഡാറ്റ. ഡാറ്റയുടെ ടൈംലി അപ്പം ഫിസിക്കൽ ഡിവൈസസ് ഡാറ്റയെ ജനറേറ്റ് ചെയ്യും. ആ ജനറേറ്റ് ചെയ്ത ഡാറ്റയെ സമയാസമയം ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, റിലയബിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നതും ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും ഈ കണക്ടിവിറ്റി ലെയർ ആണ്. അതിന്റെ കീ ഫംഗ്ഷൻസ് നോക്കിക്കേ. എൻഷുവേഴ്സ് ദാറ്റ് ഡാറ്റ ഫ്രം എൻഡ് പോയിന്റ് ഡിവൈസസ് റീച്ചസ് ദ റൈറ്റ് ഡെസ്റ്റിനേഷൻ വിത്തൗട്ട്. അപ്പം ഒരു നമ്മുടെ എൻഡ് പോയിന്റ് ഡിവൈസ്, അപ്പം നമ്മൾ ഫിസിക്കൽ ഡിവൈസ് ഒരു സെൻസർ ആണെങ്കിൽ ആ സെൻസർ ഡാറ്റയെ ജനറേറ്റ് ചെയ്തു. ആ ജനറേറ്റ് ചെയ്ത ഡാറ്റയെ കറക്റ്റ് ആയിട്ട് ഡെസ്റ്റിനേഷനിലേക്ക് കൊണ്ട് എത്തിക്കുന്നത് ഈ കണക്ടിവിറ്റി ലെയർ ആണ്. ഒരു ഡിലേയോ അല്ലെങ്കിൽ ഒരു ലോസോ ഡാറ്റ ലോസോ ഒന്നും ഉണ്ടാവാതെ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന കണക്ടിവിറ്റി ലെയർ ആണ്. സപ്പോർട്ട് വേരിയസ് പല പല കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസിനെ ഇവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിംഗ് വയേർഡ് ആൻഡ് വയർലെസ് നെറ്റ്വർക്ക്. അപ്പം വയേർഡും വയർലെസ് നെറ്റ്വർക്കും ഇവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾസ് ഓഫ് കണക്ടിവിറ്റി പ്രോട്ടോകോൾസ് ഏതൊക്കെയാണ്? വൈഫൈ, ബ്ലൂടൂത്ത്, സിഗ്ബി, LPWAN, അതുപോലെ എതർനെറ്റ്. ഇതെല്ലാം എക്സാമ്പിൾസ് ആണ് കണക്ടിവിറ്റി പ്രോട്ടോകോൾസ്. ഇനി അടുത്ത ഒരു ലെയർ ആണ് എഡ്ജ് കമ്പ്യൂട്ടിംഗ് ലെയർ. ഈ ഒരു ലെയർ ഓൾസോ നോൺ ആസ് ഫോഗ് ലെയർ എന്നും കൂടി ഈ ഒരു എഡ്ജ് കമ്പ്യൂട്ടിംഗ് ലെയറിനെ പറയാറുണ്ട്. ഇതിന്റെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൗഡിലേക്ക് റോ ആയിട്ടുള്ള ഡാറ്റനെ സെൻഡ് ചെയ്യുന്ന എമൗണ്ട് കുറയ്ക്കാൻ വേണ്ടി സോഴ്സിന് ക്ലോസ് ആയിട്ട് തന്നെ ഡാറ്റനെ പ്രോസസ്സ് ചെയ്യുവാണ് ഈ ഒരു ലെയർ ചെയ്യുന്നത്. സോ ഇതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നത്? ലേറ്റൻസി, അവിടെ ഒരു ഡിലേ കുറയ്ക്കാൻ പറ്റും. അതുപോലെ ബാൻഡ്വിഡ്ത്തിനെ നമുക്ക് കൺസേർവ് ചെയ്യാൻ പറ്റും. ആൻഡ് സ്പീഡ് ഓഫ് റെസ്പോൺസിന്റെ സ്പീഡ് ഇംപ്രൂവ് ചെയ്യാനും പറ്റും. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു ലെയറിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ റിഡക്ഷനും ഇൻഫർമേഷൻ കൺവേർഷൻ. ഡേറ്റ റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലവന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് റോ ഡാറ്റയ്ക്കകത്തുനിന്ന് അഗ്രിഗേറ്റ് ചെയ്ത് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. അടുത്ത ഇൻഫർമേഷൻ കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ടൈം നെറ്റ്വർക്ക് ഡാറ്റനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും ഇൻടു ആക്ഷനബിൾ ഇൻസൈറ്റ്സ്. ഇനി അടുത്തൊരു ലെയർ ആണ് ഡാറ്റ അക്യുമുലേഷൻ ലെയർ. ഈ ഒരു ലെയർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ക്യാപ്ചേഴ്സ് ആൻഡ് സ്റ്റോർ IoT ഡേറ്റ. പേര് പോലെ തന്നെ ഡേറ്റ അക്യുമുലേഷൻ എന്ന് പറഞ്ഞ പോലെ തന്നെ IoT ഡാറ്റനെ ക്യാപ്ചർ ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു. എൻഷുറിംഗ് ഇറ്റ് ഈസ് റെഡിലി അവൈലബിൾ ഫോർ ഫർദർ പ്രോസസ്. അതായത് ഫർദർ പ്രോസസ്സിങ്ങിന് എപ്പോഴാണോ ആവശ്യം അന്നേരം കറക്റ്റ് ആയിട്ട് ഡാറ്റ അവിടെ അവൈലബിൾ ആയിരിക്കണം. അതിനുവേണ്ടി ഡാറ്റനെ ക്യാപ്ചർ ചെയ്ത് സ്റ്റോർ ചെയ്യുന്ന ആൾക്കാരാണ് ഡാറ്റ അക്യുമുലേഷൻ ലെയർ. ഇറ്റ് കൺവേർട്സ് ഇവന്റ് ബേസ്ഡ് ഡാറ്റ ഇൻടു എ ഫോം ദാറ്റ് അലോസ് ക്വറി ബേസ്ഡ് പ്രോസസിംഗ് ബൈ ആപ്ലിക്കേഷൻ. ഒരു ക്വറി ബേസ്ഡ് പ്രോസസിംഗ് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ, ഒരു സംഭവം നമ്മളിപ്പം ഇന്റർനെറ്റ് ആണെങ്കിൽ നമ്മളൊരു സംഭവം ടൈപ്പ് ചെയ്തിടുന്നു, അപ്പോഴത്തേക്ക് അത് എടുത്തുകൊണ്ട് വന്ന് തിരിച്ച് നമുക്ക് നമ്മൾ ചോദിച്ച സാധനം നമുക്ക് തരും. അപ്പൊ അതുപോലെ ഒരു ക്വറി ബേസ്ഡ് പ്രോസസിംഗ് അവിടെ അലോ ചെയ്യാൻ വേണ്ടി ഇവന്റ് ബേസ്ഡ് ഡാറ്റനെ കൺവേർട്സ് ഇവന്റ് ബേസ്ഡ് ഡാറ്റ ഇൻടു ഫോം. ഒരു ഫോമിലേക്ക് ഇവന്റ് ബേസ്ഡ് ഡാറ്റനെ കൺവേർട്ട് ചെയ്യുവാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ക്വറി ബേസ്ഡ് പ്രോസസിംഗ് ആപ്ലിക്കേഷൻസിന് ചെയ്യാൻ പറ്റുന്നു. ഇനി ഈ ഒരു ലെയറിന്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ്സ് സ്ട്രക്ചേർഡ് ആൻഡ് അക്സസിബിൾ ഡേറ്റ. ഡാറ്റയെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള അക്സസിബിൾ ഡാറ്റ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുവാണ് ചെയ്യുന്നത് ഫോർ അഡ്വാൻസ്ഡ് അനലിറ്റിക്സ്, ആപ്ലിക്കേഷൻസ്, റിപ്പോർട്ട്സ്. ഇതിനെല്ലാം വേണ്ടി ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ഡേറ്റയെ ഒരു അക്സസിബിൾ ആയിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ ഒരു ഡേറ്റ അക്യുമുലേഷൻ ലെയർ ചെയ്യുന്നത്. ഇനി അടുത്ത ലെയർ ആണ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ ലെയർ, ലെയർ 5. ഈ ഒരു ലെയർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ സോഴ്സ്, പല സോഴ്സുകളിൽ നിന്നുള്ള ഡേറ്റ ഫോർമാറ്റ്, ഡൈവേഴ്സ് ആയിട്ടുള്ള ഡേറ്റ ഫോർമാറ്റുകളെ യൂണിഫൈഡ് ഫോർമാറ്റിലേക്ക് റീകൺസൈൽ ചെയ്യുക
ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താണ് അതിന്റെ പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഷുവേഴ്സ് കൺസിസ്റ്റന്റ് സെമാറ്റിക്സ് കൺസിസ്റ്റന്റ് ആവും, അതുപോലെ ഇന്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഡാറ്റ സെറ്റിന്റെ ഇന്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും സെമാറ്റിക്സിനെ കൺസിസ്റ്റന്റ് ആക്കാൻ വേണ്ടി പല പല സോഴ്സിൽ നിന്നുള്ള ഡാറ്റ ഫോർമാറ്റ്സിനെ യൂണിഫൈഡ് ഫോർമാറ്റിലേക്ക് റീകൺസിൽ ചെയ്യും. അപ്പൊ അതാണ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ ലെയറിന്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ. ഇനി ഇതിന്റെ ഫംഗ്ഷൻ കൺസിഡർ ഡേറ്റ ഇൻറ്റു സെൻട്രൽ. അപ്പം ഡേറ്റ പല പല ഡാറ്റനെ എല്ലാം കൂടെ എന്ത് ചെയ്യും, ഒരു സെൻട്രലൈസ്ഡ് റെപ്പോസിറ്ററി അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്റ്റോറിലേക്ക് ഇതിനെ കൺസോളിഡേറ്റ് ചെയ്യും, എല്ലാത്തിനെയും ഒരുമിച്ചാക്കി കൊണ്ടുവരും. അതാണ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ദാറ്റ് ഓഫേഴ്സ് ഡാറ്റ വിഷ്വലൈസേഷൻ ഫോർ ഈസി നമുക്ക് എളുപ്പത്തിൽ ഇന്റർപ്രിട്ടേഷന് വേണ്ടി, യൂസബിലിറ്റി പെട്ടെന്ന് എളുപ്പത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഡേറ്റ വിഷ്വലൈസേഷനെ ഇവർ ഓഫർ ചെയ്യുന്നു. ഇനി ഈ ഒരു ഡാറ്റ അബ്സ്ട്രാക്ഷൻ ലെയറിന്റെ ഔട്ട്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ആയിട്ടുള്ള കൊഹറന്റ് വ്യൂ ഓഫ് ഡാറ്റ അക്രോസ് എൻറ്റയർ IoT സിസ്റ്റം. എൻറ്റയർ IoT സിസ്റ്റത്തിന് അക്രോസ് ആയിട്ട് നമുക്കൊരു ഡാറ്റയെ സിംഗിൾ ആയിട്ടുള്ള കൊഹറന്റ് വ്യൂ ഇവര് എനേബിൾ ചെയ്യുന്നു. അതാണ് ഇപ്പൊ ഡാറ്റ അബ്സ്ട്രാക്ഷൻ ലെയർ എന്ന് പറയുന്നതിന്റെ പർപ്പസും ഫംഗ്ഷനും ഔട്ട്കമും എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് ലെയർ ആണ് ലെയർ 6, ആപ്ലിക്കേഷൻസ് ലെയർ. നമ്മുടെ പേര് പോലെ നമ്മുടെ മൊബൈലിലൊക്കെ ആപ്ലിക്കേഷൻസ് അല്ലേ, ആ ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കാം. അപ്പൊ ഇതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ഈ കളക്ട് ചെയ്ത പ്രോസസ് ചെയ്ത ഡേറ്റയെ ഇന്റർപ്രറ്റ് ചെയ്യുവാണ് ഈ ഒരു ലെയർ ചെയ്യുന്നത്. ഈ ഒരു ലെയറിലുള്ള ആപ്ലിക്കേഷൻസ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് മോണിറ്ററിംഗ്, കൺട്രോളിംഗ് ഡിവൈസസ്, ജനറേറ്റിംഗ് റിപ്പോർട്ട് ബേസ്ഡ് ഓൺ അനലൈസ് ഡാറ്റ. ഇപ്പൊ അനലൈസ് ചെയ്ത ഡാറ്റയെ വെച്ചിട്ട് എന്ത് ചെയ്യണം, മോണിറ്റർ ചെയ്യുന്നു, അതുപോലെ ഡിവൈസുകളൊക്കെ കൺട്രോൾ ചെയ്യുന്നു. പിന്നെ ഈ അനലൈസ് ചെയ്ത് എടുത്ത ഡാറ്റയെ അതിനെ വെച്ചിട്ട് റിപ്പോർട്ടിനെ ജനറേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു ലെയറിലുള്ള ആപ്ലിക്കേഷൻസിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ് പറഞ്ഞത്. So, പല എക്സാമ്പിൾസ് ഉണ്ട്. സ്മാർട്ട് ഹോം ആപ്സ്, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ഡാഷ്ബോർഡ്സ് ആൻഡ് ഹെൽത്ത് കെയർ മോണിറ്ററിംഗ് സിസ്റ്റംസ്. അപ്പോൾ ഇതെല്ലാം ആപ്ലിക്കേഷൻ ലെയറുള്ള പല ആപ്ലിക്കേഷൻസ് എക്സാമ്പിൾ ആണ്. ഇനി സിഗ്നിഫിക്കൻസ്, ഈ ഒരു ആപ്ലിക്കേഷൻ ലെയറിന്റെ സിഗ്നിഫിക്കൻസ്, മെയിൻ ആയിട്ടുള്ള സിഗ്നിഫിക്കൻസ് എന്താണ്, എൻഡ് യൂസർ, അതായത് നമ്മൾ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്ന ആൾക്കാർ, എൻഡ് യൂസേഴ്സും IoT സിസ്റ്റവും തമ്മിലുള്ള ഒരു ഇന്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യും. നമ്മുടെ യൂസറിനെയും അതുപോലെ IoT സിസ്റ്റത്തിനെയും ബന്ധിപ്പിക്കുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ ലെയർ ആണ്. അലവിംഗ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഓപ്പറേഷണൽ ഇൻസൈറ്റ്സ്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് ഓപ്പറേഷണൽ ഇൻസൈറ്റ്സിനും ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസറിനെയും IoT സിസ്റ്റത്തിനും ഇടയിൽ ഒരു ഇന്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഈ ആപ്ലിക്കേഷൻ ലെയർ ആണ്. ഓക്കെ, ആപ്ലിക്കേഷൻസ് ആണ്. ഇനി നെക്സ്റ്റ് ലെയർ ആണ് 7th ലെയർ, കൊളാബറേഷൻ ആൻഡ് പ്രോസസ് ലെയർ. ഓക്കെ, ലാസ്റ്റ് ലെയർ ആണ്. ഈ ലെയർ എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഈ ഒരു ലെയർ ഫോക്കസ് ചെയ്യുന്നത് IoT ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ കൊളാബറേഷൻ, ആ പേര് പോലെ തന്നെ കൊളാബറേഷൻ, അപ്പം യൂസറും സിസ്റ്റവും തമ്മിലുള്ള കൊളാബറേഷനെ എനേബിൾ ചെയ്യാൻ വേണ്ടി, ഇൻഫർമേഷനെ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് കൊളാബറേഷൻ ആൻഡ് പ്രോസസ് ലെയേഴ്സ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ലെയറിലാണ് IoT ഡാറ്റ ബിസിനസ് പ്രോസസ്സുകളെയും ഓർഗനൈസേഷണൽ ചേഞ്ചസിനെയൊക്കെ നടത്തുന്നത് ഈ ഒരു ലെയറിലാണ്. ഈ ഒരു ലെയറിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി സ്റ്റെപ്പ് വർക്ക് ഫ്ലോസ് ടു ഡിറൈവ് വാല്യൂ. IoT ഡാറ്റയ്ക്കകത്ത് നിന്ന് നമുക്ക് വാല്യൂവിനെ ഡിറൈവ് ചെയ്യാൻ വേണ്ടി ഇവരൊരു മൾട്ടി സ്റ്റെപ്പ് വർക്ക് ഫ്ലോ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രയോജനം വെച്ചാൽ കൊളാബറേഷൻ എനേബിൾ ചെയ്യാൻ പറ്റും. യൂസേഴ്സ് തമ്മിലും സിസ്റ്റം തമ്മിലും അതുപോലെ പല ഡിപ്പാർട്ട്മെന്റ്സ് തമ്മിലും ഉള്ള കൊളാബറേഷനെ എനേബിൾ ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു മൾട്ടി സ്റ്റെപ്പ് വർക്ക് ഫ്ലോ ആണ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. ഇനി കീ ഔട്ട്കം, ഈ ഒരു ലെയറിന്റെ ഔട്ട്കം എന്താണെന്ന് നോക്കിക്കേ. ഡെലിവർ ട്രൂ ബെനിഫിറ്റ് ഓഫ് IoTയുടെ ഏറ്റവും ട്രൂ ബെനിഫിറ്റ്സിനെ ഡെലിവർ ചെയ്യുന്നത് ഈ ഒരു ലെയർ വഴിയാണ്. ഇന്റഗ്രേറ്റിംഗ് IoT ഡ്രൈവൺ ഇൻസൈറ്റ്സ് ഇൻറ്റു ബിസിനസ് ഓപ്പറേഷൻസ് ആൻഡ് ഡിസിഷൻ മേക്കിങ്ങിനും ബിസിനസ് ഓപ്പറേഷൻസിനും വേണ്ടി IoT ഡ്രിവൺ ഇൻസൈറ്റുകളെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലെയർ ആണ് കൊളാബറേഷൻ ആൻഡ് പ്രോസസ് ലെയർ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇത്രയും ലെയേഴ്സ് ആണ്, 7 ലെയേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഈ ലെയറിന്റെ എല്ലാ ഫംഗ്ഷൻസും അതിന്റെ ഔട്ട്കം അതിന്റെ പർപ്പസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പ്ലീസ്. ഓക്കെ, നമുക്ക് ബാക്കി നോക്കാം. കീ ബെനിഫിറ്റ്സ് ഓഫ് IoT വേൾഡ് ഫോറം ആർക്കിടെക്ചർ. IoT വേൾഡ് ഫോറം ആർക്കിടെക്ചറിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ഡീകമ്പോസിഷൻ ഓഫ് കോംപ്ലക്സ് പ്രോബ്ലം, നമ്മൾ പറഞ്ഞ പോലെ അല്ലെ, വലിയൊരു പ്രോബ്ലം ഉണ്ട്. ആ ഒരു IoTയുടെ പല ചലഞ്ചസ് ആണ് അല്ലെ. അപ്പൊ ആ വലിയ പ്രോബ്ലത്തിനെ ഡീകമ്പോസ് ചെയ്ത് ചെറിയ പ്രോബ്ലം ആക്കി മാറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ മാനേജ് ചെയ്യാനും എളുപ്പമായിരിക്കും. ടെക്നോളജി ഐഡന്റിഫിക്കേഷൻ, ക്ലിയർലി ഡിഫൈൻ ടെക്നോളജീസ് എടുക്കുക. അപ്പോൾ ഓരോ ലെയറിൽ ആവശ്യമുള്ള ടെക്നോളജീസ് എന്തൊക്കെയാണെന്ന് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുക. ആൻഡ് അവരുടെ ആ പല ലെയേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്സ് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വെൻഡർ ഇൻഡിപെൻഡൻസ്, നമ്മളപ്പം ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അത് പല കമ്പോണൻസ്, ഇപ്പം സിസ്റ്റം കമ്പോണൻസ് പല സോഴ്സ് പല മൾട്ടിപ്പിൾ വെൻഡേഴ്സിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. എൻഷുറിങ് ഫ്ലെക്സിബിലിറ്റി, ഇപ്പൊ ഏത് കമ്പനി ഏത് പ്രൊഡക്റ്റ് എടുക്കാനും നമുക്ക് അതെല്ലാം ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇന്റർഓപ്പറബിലിറ്റി, പ്രൊമോട്ട് ഇന്റഗ്രേഷൻ ഓഫ് ഡൈവേഴ്സ് പല ഡൈവേഴ്സ് ആയിട്ടുള്ള ടെക്നോളജീസും ഡിവൈസിനെയും എല്ലാം ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഇവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് വൺ സെക്യൂരിറ്റി,
അതിലൊരു ടയേർഡ് സെക്യൂരിറ്റി മോഡലാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ IoT ഡാറ്റയെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും എല്ലാ ട്രാൻസ്മിഷൻ പോയിന്റിന്റെ അകത്തും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ ഈ മെയിൻ ആൻസറിലേക്ക് വരാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കമ്പാരിസൺ ബിറ്റ്വീൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് IoT ആർക്കിടെക്ചേഴ്സ് ആയിരുന്നു. ഇപ്പൊ 2 ടൈപ്പ് ആർക്കിടെക്ചേഴ്സ് ആയിരുന്നു, IoT വേൾഡ് ഫോറം ആർക്കിടെക്ചറും 1M2M ആർക്കിടെക്ചറും. അപ്പൊ ഈ 2 ആർക്കിടെക്ചറിന്റെ കമ്പാരിസൺ. അപ്പൊ നിങ്ങൾ ചോദിക്കും, കമ്പാരിസൺ അല്ലേ ചോദിച്ചത്, ഒരു ടേബിൾ വരച്ച് ഡിഫറൻസ് ഒക്കെ എഴുതിയാൽ പോരെ? പക്ഷേ പാർട്ട് എക്കകത്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് അത് മതി. പാർട്ട് എയിൽ ഒരു 3 മാർക്സ് ഒക്കെ ചോദിച്ചാണെങ്കിൽ നിങ്ങൾക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് ജസ്റ്റ് ആ ടേബിൾ മാത്രം കണ്ടന്റ് മാത്രം എഴുതിയാൽ മതി. പക്ഷേ പാർട്ട് ബിയിലാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 2 ആർക്കിടെക്ചർ, നമ്മളിപ്പോൾ ഈ PPT-ക്കകത്ത് പറഞ്ഞ പോലെ തന്നെ 2 ആർക്കിടെക്ചേഴ്സും സെപ്പറേറ്റ് ആയിട്ട് എഴുതി, പറ്റുവാണെങ്കിൽ അതിന്റെ ഡയഗ്രാം വരച്ച് എന്നിട്ട് ഓരോ ലേയേഴ്സും എക്സ്പ്ലെയിൻ ചെയ്ത് എന്തെങ്കിലും ആ ഒരു പർട്ടിക്കുലർ ആർക്കിടെക്ചറിനെ കുറിച്ച് കുറച്ച് പോയിന്റ്സും കൂടെ കൊടുത്തിട്ട് ലാസ്റ്റ് ഇങ്ങനെ കമ്പാരിസൺ എന്ന് പറഞ്ഞ ഒരു ടൈറ്റിൽ കൊടുക്കുക, എന്നിട്ടൊരു ടേബിൾ വരച്ച് ഇങ്ങനെ ഒരു കമ്പാരിസൺ കൂടെ ഡിവൈഡ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഫുൾ മാർക്സ് കിട്ടും. ഹയർ മാർക്സിനാണെങ്കിൽ നിങ്ങൾ ഫുൾ 2 ആർക്കിടെക്ചറും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം കമ്പാരിസണും കൂടെ എഴുതി വെക്കാൻ. പക്ഷേ ലോമോ മാർക്സിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റേ ടേബിൾ മാത്രം വരച്ചാൽ, ഈ ഒരു ടേബിൾ മാത്രം വരച്ചാൽ മതി. ടേബിളും കുറച്ച് പോയിന്റ്സും കൂടെ വേണം. ഇപ്പൊ കുറച്ച് പോയിന്റ്സേ ഉള്ളൂ. ഓക്കെ, സോ നിങ്ങൾക്ക് നമ്മളിപ്പോൾ 2 ആർക്കിടെക്ചേഴ്സ് നല്ല വൃത്തിക്ക് പഠിച്ചല്ലോ. അപ്പൊ അതിന്റെ പോയിന്റ്സ് നിങ്ങൾ ഓർത്തെടുത്തിട്ട് അത് നിങ്ങൾക്ക് പറയാം. സോ നമുക്ക് ഇതിന്റെ ഒരു കമ്പാരിസൺ നോക്കാം അല്ലെ. നമ്മൾ ഫസ്റ്റ് ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ, എന്തായിരുന്നു? ലെയർ കൗണ്ട് ആണ് ഫസ്റ്റ് ഫീച്ചർ. അതായത് IoT വേൾഡ് ഫോറത്തിൽ എത്ര ലേയേഴ്സ് ഉണ്ട്? 7 ലേയേഴ്സ് ആണുള്ളത്. മറ്റേ 1M2M ആർക്കിടെക്ചറിന്റെ അകത്തോ 3 ലേയേഴ്സേ ഉള്ളൂ. ഇനി IoT വേൾഡ് ഫോറം ഫോക്കസ് ചെയ്യുന്നത് ഫ്ലെക്സിബിൾ പ്രോസസ് ഡ്രൈവൺ IoT ഇന്റഗ്രേഷനെയാണ്. 1M2M ആർക്കിടെക്ചറോ സ്റ്റാൻഡേർഡൈസ്ഡ് ഡിവൈസ് കമ്മ്യൂണിക്കേഷനെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ഡേറ്റ ഹാൻഡ്ലിംഗ് ഇൻവോൾവ് അബ്സ്ട്രാക്ഷൻ ആൻഡ് കൊളാബറേഷൻ ലേയേഴ്സ് ആയിരിക്കും IoT വേൾഡ് ഫോറത്തിന്റെ അകത്ത് ഡേറ്റ ഹാൻഡ്ലിംഗിന് വേണ്ടി. 1M2M ആർക്കിടെക്ചറിൽ ഫോക്കസ് ഓൺ ആപ്ലിക്കേഷൻസ്, സർവീസസ് ആൻഡ് നെറ്റ്വർക്ക്സ്. അവിടെയാണ് ഡേറ്റ ഹാൻഡ്ലിംഗ് ഫോക്കസ് ചെയ്യുന്നത്. ഇനി അടുത്ത ആപ്ലിക്കേഷൻസ്, ഐഡിയ ഫോർ ടൈലർഡ് കോംപ്ലക്സ് IoT ഡിപ്ലോയ്മെന്റ്സ്. അതൊക്കെയാണ് IoT വേൾഡ് ഫോറത്തിന്റെ ആപ്ലിക്കേഷൻസ്. 1M2M ആർക്കിടെക്ചറിന്റെ ആപ്ലിക്കേഷൻ ആണ് സ്യൂട്ടബിൾ ഫോർ ഗ്ലോബൽ സ്റ്റാൻഡേർഡൈസേഷൻ. ഓക്കെ, പേര് പോലെ തന്നെ അല്ലെ, 1M2M സ്റ്റാൻഡേർഡൈസ്ഡ് ആർക്കിടെക്ചർ, അങ്ങനെയായിരുന്നു അതിന്റെ പേര്. അപ്പം അത് ആണ് അതിന്റെ അടുത്ത ആപ്ലിക്കേഷൻ. സോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്പാരിസൺ നോക്കി, ലെയർ കൗണ്ട്, ഫോക്കസ്, ഡേറ്റ ഹാൻഡ്ലിംഗ്, എങ്ങനെയാണ് ആപ്ലിക്കേഷൻസ്. ഇതിൽ കൂടുതൽ ഇനിയും ഡിഫറൻസസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഇപ്പം 3 മാർക്സ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ കൂടുതൽ ഡിഫറൻസ് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, സോ കൺക്ലൂഷൻ, IoT വേൾഡ് ഫോറം സ്റ്റാൻഡേർഡൈസ്ഡ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഫ്രെയിംവർക്ക് ആണ്. എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? സ്കെയിലബിൾ, ഫ്ലെക്സിബിൾ ആൻഡ് സെക്യൂർ IoT ഇംപ്ലിമെന്റേഷനെയാണ് അവർ കൊടുക്കുന്നത്. 7 ലെയർ മോഡലാണ് IoT വേൾഡ് ഫോറം എന്ന് പറയുന്നത്. പ്രൊവൈഡ് ക്ലിയർ റോഡ് മാപ്പ് ഫോർ ബിൽഡിംഗ്, ഒരു നമുക്ക് ഇന്റർപ്രബിൾ ആയിട്ടുള്ള വെൻഡർ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള IoT സൊല്യൂഷൻസിനെയാണ് ഇവർ ബിൽഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഡിഫറൻസിനകത്ത് വേണമെങ്കിൽ പറയാം, IoT വേൾഡ് ഫോറം മറ്റേ വെൻഡർ ഇൻഡിപെൻഡന്റ് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, 1M2M അങ്ങനെയല്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം. ഇനി architecture emphasizes on collaboration, data abstraction, security, ensures IoT system can effectively address real world challenges നെ effective ആയിട്ട് അഡ്രസ് ചെയ്യാൻ വേണ്ടി ഒരു കൊളാബറേഷൻ, ഡേറ്റ അബ്സ്ട്രാക്ഷൻ, സെക്യൂരിറ്റി ഇതിനെല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ആർക്കിടെക്ചർ ആണ് ഈ നമ്മുടെ IoT വേൾഡ് ഫോറം ആർക്കിടെക്ചർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു IoT പിന്നെ പറയാം, IoT വേൾഡ് ഫോറം റെഫറൻസ് മോഡലാണ്, 1M2M റെഫറൻസ് മോഡൽ അല്ല അല്ലെ, സ്റ്റാൻഡേർഡൈസ്ഡ് ആർക്കിടെക്ചർ ആണെന്ന് പറയും. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ 2 ആർക്കിടെക്ചേഴ്സിൽ എന്തൊക്കെ പഠിച്ചോ അത് നിങ്ങൾക്ക് ഡിഫറൻസ് ആയിട്ട് എഴുതാം. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മൊഡ്യൂൾ 1 പാർട്ട് ബിക്കകത്താണ് എനിക്കൊരു പ്രതീക്ഷ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ആർക്കിടെക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാനും ചിലപ്പോൾ ചോദിക്കാറുണ്ട്. എക്സ്പ്ലെയിൻ 1M2M ആർക്കിടെക്ചർ, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ വേൾഡ് ഫോറം ആർക്കിടെക്ചർ, അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് IoT ആർക്കിടെക്ചർ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ആൻസർ നമ്മൾ പറഞ്ഞ ഈ ഒരു 2 ആർക്കിടെക്ചർ എന്താണ്, അതിന്റെ ഡയഗ്രാംസ് മാക്സിമം നിങ്ങൾ ഇച്ചിരി വലിയതാക്കി അങ്ങ് വരച്ചേക്കാം. ഇപ്പോൾ ഒരു എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചോളും അല്ലെ. നിങ്ങൾ ആ ഡയഗ്രാംസ് വലിയ പാടൊന്നുമില്ല. ഡയഗ്രാംസ് വരയ്ക്കാതിരിക്കില്ല. ആർക്കിടെക്ചർ ചോദിച്ചാൽ ഉറപ്പായിട്ടും വരയ്ക്കേണ്ട സാധനമാണ് അതിന്റെ ഡയഗ്രാം. ആ ഡയഗ്രാം വരച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ആൻസർ എഴുതാമല്ലോ. ഓക്കെ, അത് വരയ്ക്കണം. അതുപോലെ അതിന്റെ ഡിസ്ക്രിപ്ഷൻസ് എഴുതുക, പിന്നെ ഓരോ ലേയേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുക, കമ്പാരിസൺ കൂടെ വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് റെഡി. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.